BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. വേമ്പനാട്ട് കായലിൽ കുമ്പളത്തെയും തേവരയെയും ബന്ധിപ്പിക്കുന്ന കുമ്പളം തേവര പാലം നിർമ്മാണത്തിന് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ അനുമതി ലഭിച്ചതായി കെ ബാബു MLA. 2016 ഒക്ടോബർ 31 100 കോടി രൂപയുടെ ഭരണാനുമതിയും 2018 നവംബർ 12 97.4 കോടി രൂപയുടെ സാങ്കേതിക അനുമതിയും ലഭിച്ച പാലം ദേശീയ ജലപാത 3 കുറുകെയാണ് നിർമ്മിക്കേണ്ടത്. സാങ്കേതിക കാരണങ്ങൾ ഉയർത്തി ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി അനുമതി നൽകിയില്ല. ഇതോടെ പ്രായോഗികമല്ല എന്ന് പറഞ്ഞ് 2021 ഉപേക്ഷിച്ച പദ്ധതിയാണ് നിരന്തര ശ്രമഫലമായ അതോറിറ്റിയുടെ അനുമതി നേടിയെടുക്കാനായത് MLA പറഞ്ഞു. പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റിയാണ് അതോറിറ്റിയുടെ അനുമതി നേടിയെടുത്തത്. പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനുള്ള സ്ഥലം ഏറ്റെടുക്കാൻ പ്രത്യേക തഹസിൽദാറുടെ നേതൃത്വത്തിൽ പൊന്നുകില നടപടികൾ പുരോഗമിക്കുന്നു. റോഡിനായി കുമ്പളത്ത് അതിർത്തി കല്ലിട്ടു. നാസിക്കിലെ മദ്രാസ് ഗ്രീൻ റിസോഴ്സ് ആണ് തീരദേശ പരിപാലന നിയമപ്രകാരം പാരിസ്ഥിതിക പ്രത്യാഘാത പഠനം നടത്തുന്നത്. 8.37 ലക്ഷം രൂപയ്ക്കാണ് കരാറ്. തിരുവനന്തപുരത്തെ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് ആണ് CRZ മാപ്പിംഗ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. 5.66 ലക്ഷം രൂപയുടേതാണ് കരാർ. കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. ഉയരപ്പാത നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ അരൂർ മുതൽ തുറവൂർ വരെയുള്ള 5 പോസ്റ്റ് ഓഫീസുകളുടെ പരിധിയിൽ വരുന്ന തപാൽ ഉരുപ്പടികളിൽ ഇനി പില്ലർ നമ്പറുകളും സ്ഥാനം പിടിക്കും. ഉയരപ്പാതയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഓരോ തൂണുകളിലും നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാതയുടെ ഇരുവശങ്ങളിലുമുള്ള വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള തപാൽ ഉരുപ്പടികളിൽ പില്ലർ നമ്പറുകൾ രേഖപ്പെടുത്തുമ്പോൾ പോസ്റ്റ്മാൻമാർക്കും അത് അനുഗ്രഹമാകും. പില്ലറുകളുടെ അടുത്തുള്ള വീടുകളിലും സ്ഥാപനങ്ങളിലും തപാൽ ഉരുപ്പടികൾ പെട്ടെന്നെത്തിക്കാം. കൊറിയർ സർവീസുകൾക്കും ഇത് സഹായകരമാകും. തുറവൂർ മുതൽ അരൂർ വരെയുള്ള ഉയരപ്പാത ഭാഗത്ത് തുറവൂർ, കുത്തിയതോട്, എരുമല്ലൂർ, ചന്തിരൂർ, അരൂർ എന്നീ 5 പോസ്റ്റ് ഓഫീസുകളാണുള്ളത്. ഉയരപ്പാത പൂർണ്ണമാകുമ്പോൾ തപാൽ വിലാസത്തിന് താഴെ നിയർ പില്ലർ നമ്പർ കൂടി രേഖപ്പെടുത്തും. കുമ്പളം അരൂർ പാലങ്ങളിൽ കുമ്പളം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള മധ്യഭാഗത്ത് നിന്ന് വടക്കോട്ട് 2 പാലങ്ങളിലും വഴിവിളക്കുകൾ പുനഃസ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിച്ചു. എന്നാൽ ഇരുപാലങ്ങളുടെയും തെക്ക് ഭാഗത്ത് നിന്ന് മധ്യഭാഗം വരെ വിളക്കുകൾ സ്ഥാപിക്കേണ്ട ചുമതല അരൂർ പഞ്ചായത്തിനാണ്. എന്നാൽ അരൂർ പഞ്ചായത്ത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. വ്യക്തി വിളക്കുകാലുകളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച് മുടക്കുമുതലും നടത്തിപ്പ് ചെലവും തിരിച്ചെടുക്കാമെന്ന വ്യവസ്ഥയിൽ 2 പാലങ്ങളിലും മുഴുവനായി നേരത്തെ വഴിവിളക്കുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നത് ദേശീയപാത അതോറിറ്റി റദ്ദാക്കി. റോഡിൽ വെളിച്ചം കെടുക്കേണ്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയെ മുൻനിർത്തി ഇതുപോലുള്ള പ്രവൃത്തികളിൽ സാധാരണ ദേശീയപാത അധികൃതർ കണ്ണടയ്ക്കാറാണ് പതിവ്. എന്നാൽ ഇങ്ങനെ പരസ്യം സ്ഥാപിക്കുന്നത് ഹൈക്കോടതി നിരോധിക്കുകയും അരൂർ തുറവൂർ ഉയരപ്പാതയുടെ പണി ആരംഭിച്ചതിനെ തുടർന്ന് ദേശീയപാത വിഭാഗത്തിന്റെ കേന്ദ്രതല ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പ്രദേശത്ത് കൂടുതലാവുകയും ചെയ്തതോടെ ദേശീയപാത അധികൃതർ പരസ്യം സ്ഥാപിക്കാനാവില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. 4 വർഷം വരുമാനമില്ലാതെ അറ്റകുറ്റപ്പണി നടത്തി വഴിവിളക്കുകൾ പ്രകാശിപ്പിച്ചിരുന്ന കരാറുകാർ തുടർന്ന് പ്രതിസന്ധിയിലായി. പ്രതിഷേധം രൂപപ്പെട്ടതിനെ തുടർന്ന് വഴിവിളക്കുകൾ അഴിച്ചുമാറ്റാൻ ശ്രമിച്ചു. ആദ്യപടിയായി അറ്റകുറ്റപ്പണികൾക്കെന്ന പേരിൽ അരൂർ കുമ്പളം പാലങ്ങളിലെ വഴിവിളക്കുകൾ അഴിച്ചുമാറ്റി. കരാറുകാരോടുള്ള മാനുഷിക പരിഗണന കൂടി പരിഗണിച്ച് കരാറുകാരൻ വഴിവിളക്കുകൾ സർക്കാർ മാനദണ്ഡ പ്രകാരം പുനഃസ്ഥാപിച്ചാൽ അതിന്റെ വില കണക്കാക്കി കരാറുകാർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം കുമ്പളം പഞ്ചായത്തിന് അധികൃതർ നൽകിയിട്ടുണ്ട്. അരൂർ പാലങ്ങളുടെ മധ്യഭാഗത്ത് നിന്ന് വടക്കോട്ട് 60 പോസ്റ്റുകൾ സ്ഥാപിക്കാനുള്ള പ്രവൃത്തിയും ആരംഭിച്ചു. എന്നാൽ മധ്യഭാഗത്ത് നിന്ന് തെക്കോട്ട് അരൂർ പഞ്ചായത്തിന്റെ അധീനതയിൽ വിളക്കുകൾ തെളിയിക്കാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണം. കരാറുകാരൻ അരൂർ പഞ്ചായത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്.
PP റോഡും മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡും സംഗമിക്കുന്ന വെങ്ങോല കവല ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വെങ്ങോല സൊസൈറ്റിപ്പടി റോഡിൽ നിന്ന് മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡിലേക്ക് സമാന്തര പാലം നിർമ്മിക്കണമെന്ന ആവശ്യം വാർഡംഗം ബേസിൽ കുര്യാക്കോസ് പഞ്ചായത്തിന് പദ്ധതി രൂപരേഖ നൽകി. വെങ്ങോല കവല ജംഗ്ഷനിൽ തിരക്ക് മൂലം അപകടങ്ങൾ പതിവാണ്. സിഗ്നൽ സംവിധാനം ഇവിടെയില്ല. തിരക്ക് കുറയ്ക്കാൻ മൂവാറ്റുപുഴ ഭാഗത്ത് നിന്ന് ആലുവ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾക്കായി SNDP ഹാളിന് കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിലൂടെ പോകുന്ന സൊസൈറ്റിപ്പടി റോഡിൽ നിന്ന് മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡിലേക്ക് പാലം നിർമ്മിക്കണം. 23-ാം വാർഡ് ഗ്രാമസഭയും പദ്ധതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതിയുടെ 1.18% മാത്രമുള്ള കേരളം ഒട്ടേറെ വികസന സൂചികകളിൽ മുന്നിലാണെന്നും സംസ്ഥാനത്ത് നിക്ഷേപത്തിനുള്ള കൃത്യസമയമാണിതെന്നും മന്ത്രി പി രാജീവ് ജെയിൻ യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഫെബ്രുവരി 1 വരെ നടക്കുന്ന സമ്മിറ്റിൽ വിദ്യാർത്ഥികൾ, ഗവേഷകർ, വ്യവസായ പ്രതിനിധികൾ അടക്കമുള്ളവർ പങ്കെടുക്കും. സുസ്ഥിരത, വിദ്യാഭ്യാസം, സംരംഭകത്വം തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ പങ്കെടുക്കുന്ന പാനൽ ചർച്ചകളും ശില്പശാലകളും ഉണ്ടാകും. ഹൈബീഡൻ MP മുഖ്യപ്രഭാഷണം നടത്തി. ചികിത്സയിലുള്ള ഉമാ തോമസ് MLA ആശുപത്രിയിൽ നിന്ന് ഓൺലൈനായാണ് പരിപാടിക്ക് ആശംസ അറിയിച്ചത്. ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹെഡ് ഓഫ് മിഷൻ ശാലിനി മേടപ്പള്ളി, ഇൻഫോ പാർക്ക് CEO സുശാന്ത് കുറുന്തിൽ, ജെയിൻ യൂണിവേഴ്സിറ്റി ചാൻസലർ ഡോക്ടർ ചെൻരാജ് റോയ്ചന്ദ്, വൈസ് ചാൻസലർ ഡോക്ടർ രാജ് സിംഗ്, പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ജയലത, ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇൻഷുറൻസ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.